നാടൊന്നാകെ തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കൊഴുക്കുമ്പോഴും പൊഴിയൂർ തീരം ഇന്നും നിശബ്ദമാണ്. ഇവിടെ കാതടപ്പിക്കുന്ന അനൗൺസ്മെന്റുകളോ പൊതുസ്ഥലങ്ങളിലോ സ്വകാര്യ സ്ഥലങ്ങളിലോ പോസ്റ്ററുകളോ മറ്റു ഫ്ലെക്സുകളോ ഇല്ല. വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള വോട്ട് അഭ്യർത്ഥനയ്ക്ക് മാത്രമാണ് ഇവിടെ സ്ഥാനാർത്ഥികൾക്ക് അനുമതിയുള്ളത്. കാൽപന്ത് കളിയുടെ തീരമെന്നറിയപ്പെടുന്ന കേരളത്തിലെ തെക്കൻ തീരദേശ ഗ്രാമമായ പൊഴിയൂർ തീരത്താണ് പരസ്യ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നിരോധനമുള്ളത്. തീരദേശ മേഖലയിലുള്ള പരുത്തിയൂർ, പൊഴിക്കര ബീച്ച്, മുല്ലശ്ശേരി, പൊയ്പ്പള്ളി വിളാകം, കൊല്ലങ്കോട് എന്നീ തീരദേശ വാർഡുകളിലാണ് പരസ്യ പ്രചരണത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വാർഡുകളിൽ സ്വകാര്യ സ്ഥലങ്ങളിലും പൊതുസ്ഥലത്തും തെരഞ്ഞെടുപ്പ് ചുവരെഴുത്തുകളോ പോസ്റ്ററുകളോ ഫ്ലെക്സ് ബോർഡുകളോ വാഹനങ്ങളിലുള്ള അനൗൺസ്മെന്റുകളോ പാടില്ല എന്നാണ് തീരുമാനം. ഓരോ സ്ഥാനാർത്ഥിക്കും വീട് വീടാന്തരം കയറി വോട്ട് അഭ്യർത്ഥിക്കാൻ മാത്രമാണ് അനുമതി. എന്നാൽ സ്ഥാനാർത്ഥി പര്യടന ദിവസം ഇത്തരം നിരോധനങ്ങളില്ല. എന്നാൽ പര്യടന ദിവസം വെക്കുന്ന ബോർഡുകളെല്ലാം തന്നെ പര്യടനം കഴിയുന്നതിന് പിന്നാലെ സ്ഥാപിച്ചവർ തന്നെ മാറ്റേണ്ടതാണ്. 1992 പ്രദേശത്തുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായ ഡേവിഡ്സൺ മരണപ്പെട്ടതിന് പിന്നാലെയാണ് പരസ്യ പ്രചരണങ്ങൾക്ക് ഇടവക അധികൃതർ പൊഴിയൂരും പരിസരങ്ങളിലും നിരോധനം ഏർപ്പെടുത്തിയത്. പരുത്തിയൂർ ഇടവകയുടെ കീഴിലാണ് ആദ്യം നിരോധനമുണ്ടായത്. പിന്നാലെ 10 വർഷങ്ങൾക്ക് ശേഷം കൊല്ലങ്കോട് ഇടവകയും നിരോധനം ഏർപ്പെടുത്തിയതോടെ ഈ തീരദേശ ഗ്രാമങ്ങളിൽ പരസ്യ പ്രചരണങ്ങൾ നിലച്ചു. രാഷ്ട്രീയ കക്ഷികളും തീരുമാനത്തോട് യോജിച്ചതോടെ പ്രദേശത്ത് നിശബ്ദ പ്രചരണം മാത്രമായി. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് മാത്രമല്ല, ബന്ദിനും ഹർത്താലുകൾക്കും ഈ മേഖലയിൽ നിരോധനമുണ്ട്. ബന്ദും ഹർത്താലുകളും ഒന്നും തന്നെ ഈ തീരദേശ മേഖലയെ ബാധിക്കാറില്ല. ബാങ്കുകളും സർക്കാർ സ്ഥാപനങ്ങളും അടക്കം എല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കാറുണ്ട്. ഒരു ഹർത്താൽ ദിനത്തിൽ ബാങ്ക് പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് ബാങ്ക് മാനേജർക്കെതിരെ നാട്ടുകാർ ഒന്നടങ്കം അധികൃതർക്ക് പരാതി നൽകിയ ചരിത്രവുമുണ്ട് ഇവിടെ.